ജമന്തി ജമന്തി എഴുന്നേക്ക്. ജമന്തി കേട്ടോ, ഒരു 5 മിനിറ്റ് എഴുന്നേക്ക്. എഴുന്നേക്ക് ജമന്തി. അയ്യോ, ഒത്തിരി സമയമായി ഏട്ടാ. എന്ത് ചായട്ടിട്ട് ഒത്തിരി സമയമൊക്കെ ഞാനങ്ങ് ഉറങ്ങിപ്പോയേട്ടാ. ഇല്ലെന്ന്, സമയമായി വരുന്നേ ഉള്ളൂ. ആണോ? ആ, ഞാനൊന്ന് നേരത്തെ എഴുന്നേറ്റു. അതെന്ത് പറ്റി? ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഇന്നലെ ഞങ്ങളുടെ ഓഫീസിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാറ് വന്നിട്ട് പറഞ്ഞു നമ്മളെല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണണം. അപ്പോൾ സാറിന് നീയാണല്ലോ എല്ലാം വിളിച്ചുണർത്താറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റു. കാരണം നീ രാവിലെ ഒരുപാട് രാത്രി ഒരുപാട് ക്ഷീണിച്ചല്ലേ കിടക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽ കുറച്ച് താമസിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കിയിട്ട് നിന്നെ സാവകാശം വിളിച്ചുണർത്തി. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലോ. ആ, എല്ലാത്തിനും നമ്മൾ പോസിറ്റീവായിട്ട് കാണും. അപ്പോൾ ഒരു ചായ എടുക്കും, ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഒരു ബുദ്ധിമുട്ടും ഇല്ലേ? അതെ, ബി പോസിറ്റീവ്. പോസിറ്റീവ്. ഇത് ഞാൻ മടക്കിക്കോളാം. അമൃത ടിവിയിൽ ഉടൻ വരുന്നു തികച്ചും വ്യത്യസ്തമായൊരു റിയാലിറ്റി ഷോ. നിങ്ങളൊരു നടന്റെയോ നടിയുടെയോ ഗായകന്റെയോ ഗായികയുടെയോ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കില്ല. നിങ്ങളുടെ ആരാധന തെളിയിക്കുന്ന 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പെർഫോമൻസ് വീഡിയോ. വലിയ പ്രോഗ്രാം, ഒരു ഇമ്മിണി വലിയ ഫാൻ എന്ന് പറഞ്ഞൊരു പുതിയ പ്രോഗ്രാം തുടങ്ങുന്നു, റിയാലിറ്റി ഷോ. ആ, അതിന്റെ ഒരു ഡീറ്റെയിൽ വായിച്ചോണ്ടിരിക്കുകയായിരുന്നില്ലേ? അതിനിടയിൽ അങ്ങ് മാറ്റി കളഞ്ഞല്ലോ നീ. ഞാനോർത്ത് അല്ല, വേറൊരു ചാനലിൽ ഞാൻ ഡെയിലി കാണുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതെന്ത് പ്രോഗ്രാമാ? ഞാൻ പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ ആണ്. പോന്ന ആര്? കലാകാരന്മാർക്കും കലാകാരികൾക്കും പങ്കെടുക്കാം. എന്താ പാടാനോ? ഞാനാ? ഒന്ന് പോയേട്ടാ കളി. ഡാൻസ് ആയിരുന്നു ഒരു കൈ നോക്കായിരുന്നു. ഡാൻസിന് 2 കൈ വേണ്ടേ? അയ്യടാ തമാശ. പാടുന്നേ, ഒന്ന് പോയേട്ടാ. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയാം. നിനക്ക് പറ്റും. ഞാൻ പറഞ്ഞില്ല, ബി പോസിറ്റീവ്. നമ്മൾ ഒരു കാര്യം പറ്റൂല എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. ശ്രമിക്കണം. ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ശ്രമിക്കാതെ പരാജയപ്പെടുന്നത് ശരിയല്ല. എനിക്ക് പാട്ട് പാടാം. നിനക്ക് എന്നെ ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ട്. ആ, പാട്ട് പാടും. ഡാൻസിന്റെ പാട്ട് എന്ത്? ഏതെങ്കിലും പാട്ട് മതിയല്ലോ. അതൊക്കെ അറിയാൻ പറ്റി, നമുക്ക് നോക്കാം. ഓ ലലി 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 ഓ ലലി 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 ഓ ലലി 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 ഓ. ഞാൻ പണ്ട് കളിച്ച നാടോട്. ഞാൻ വേറെ പണിയുണ്ട്. എൻ്റെ പെങ്ങൾ നന്നായിട്ട് പാടും. അവളെ കൊണ്ട് ഞാനൊരു ശ്രമം നടത്തി അവളെ പാടിപ്പിച്ച് ഞാൻ നേരത്തെ മത്സരിപ്പിച്ചോളാം. അതല്ല ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാനത് മനസ്സിലാക്കണമായിരുന്നു. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട് കതിരാട് കാണിക്കയായി തന്നു, കൂടെ രാവെല്ലാം പാറിപ്പോയി പൊന്നുരുകും. പേടിച്ചു പോയി. മിണ്ടാതെ വന്ന് നിൽക്കുന്ന നിനക്ക് വല്ല മിണ്ടിയും പറഞ്ഞു നിൽക്കൂടെ? തൂക്കാനല്ല പറഞ്ഞ പാട്ട് പാട്. ഏത് പാട്ട്? ഇപ്പൊ പാടിയ പാട്ട് അടിപൊളിയായിട്ടുണ്ട്. പാട് കേട്ടെ. അമ്മ പാട്. എന്ത് പേര് വട്ടോ? അതല്ല, നല്ല രസമുണ്ടായിരുന്നു. പാട് നീ. പോണ്ടേ? അതൊക്കെ നീ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം. പാട് നീ. നല്ല രസമുണ്ടായിരുന്നു പാട്ട്. എന്തിപ്പോ കാര്യം? എന്താ ഒരു കാര്യമുണ്ട്. ഒന്ന് പാടി നോക്കട്ടെ, കൊള്ളാൻ നോക്കട്ടെ. ഇപ്പൊ പാടിയ പാട്ട് പാടണോ? പിന്നെ പാട്. ഇനിയിപ്പോ നാണമൊക്കെ മാറണം. ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? നീ ആദ്യം പാട്. നീ അത് കളഞ്ഞു പാടിയ പാട്. ഇല്ല എടി, ഒരു നല്ല അവസരമുണ്ട്. എന്താ അവസരം? അത് അമൃത ചാനലിൽ ഒരു മത്സരം നടക്കാൻ പോകുന്നു. മത്സരം? റിയാലിറ്റി ഷോ. അതിനകത്ത് പങ്കെടുക്കാം. എടി, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന അവസരമാണിത്. ബെസ്റ്റ്. ഞാനേ എന്ത് നീ പൊയ്ക്കാന്ന് പറഞ്ഞു കേക്ക് നീ. എടി, നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ അറിയപ്പെടുന്ന എല്ലാ കലാകാരികളും കലാകാരന്മാരും റിയാലിറ്റി ഷോയിൽ വന്നവരാണ്. എടാ, അതിനൊക്കെ പാട്ടൊക്കെ പഠിക്കണം. എനിക്ക് എന്തുണ്ടറിയാ? ഓ, ചന്ദ്രനിലൊക്കെ പാട്ട് പഠിച്ചിട്ടില്ല യൂട്യൂബിൽ കയറി പാടിയത്. എന്ത് ഹിറ്റാണ് ഇവരിപ്പോ. ലോകം നടന്ന് പാടിക്കൊണ്ടിരിക്കുക അവരിപ്പോ. എടാ, അവരെ പോലെ എനിക്കാവാൻ പറ്റൂല കനക. എന്ത്
എടി നീ കുപ്പയിലെ മാണിക്യം കേട്ടിട്ടുണ്ടോ? കുപ്പയിലെ മാണിക്യം കേട്ടിട്ടുണ്ടോ നീ? ഞാൻ ഇവിടുത്തെ കുപ്പയിലെ മാണിക്കായിക്കോ. അത് പോരാ, മാണിക്കോണെ തിളങ്ങണം, എവിടെ പോയി തിളങ്ങണം. എടി നിനക്ക് പറ്റുപടി പെണ്ണേ, നീ പാട് അങ്ങോട്ട്. നല്ല പാട്, നല്ല പാടി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാക്കാം. നീ കാണിക്കണേ, നീ പാടിയേ ഒന്നും പാടിയേ പറ്റുന്നോ? ഞാൻ നാണൊക്കെ പറ്റുന്നത് പാടി നോക്കട്ടെ. അടിപൊളിയായിട്ട് പാട്. പൊന്നുരുകും. വേണ്ട, ക്ഷമിക്കൂ, ഞാൻ വെറുതെ പറഞ്ഞ ഒരു കാര്യം പറയുമ്പോ അങ്ങനെ പാടേ. ഇപ്പൊ പാടിയത് പാട്. എടി നാണൊക്കെ മാറണം, നാണൊക്കെ മാറിയാലേ നമുക്ക് മത്സരിക്കാൻ പറ്റൂടാ. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട കതിരാട കാണിക്കയായി തന്നു, കൂടെ രാവെല്ലാം പാറിപ്പോയി. പൊന്നൊരുക്കും പൂക്കാലം നിന്നെ കാണാൻ. പൊന്നളിയാ, തുലച്ചല്ലിയാ, അവളൊരു പാട്ട് പാടി റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ലോ നിങ്ങള്. അതിനിപ്പോ തുലയ്ക്കാൻ തോന്നുന്നു, ഒക്കൊന്നുകൂടെ പാടിയാ പ്രശ്നം. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ വലിയ സംഭവം പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ചില കാര്യങ്ങൾ. തീരുമാനിച്ചോ? ആ പിന്നെ ഉറപ്പ്. കൈയോട് അല്ല അതെ ഓക്കെ അല്ലേ? പിന്നെ തീരുമാനിച്ചല്ലോ. ഞാന് ഇവളുടെ ഭർത്താവായി പോയി. എന്നോടുകൂടെ ആ വിവരം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അത് വേറെ ഒന്നുമല്ല, അമൃത ടി.വിയിൽ ഒരു റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മളെന്താണ് ഈ അവസരങ്ങൾ കിട്ടാതിരിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു അവസരമാണത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു പ്രതിഭ ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം. ഒരു അഗ്നി, ഒരു സ്പാർക്ക് ഉള്ളിലുണ്ടെങ്കിൽ അത് വെളിയിൽ വന്നേ പറ്റുള്ളൂ. ഇപ്പൊ ഇവള് നന്നായി പാടുന്നുണ്ട്. അപ്പൊ ഞാൻ അവളോട് പറയായിരുന്നു, നമുക്കൊന്ന് പോയി പങ്കെടുത്ത് മത്സരിച്ച് വിജയിച്ച് വിജയശ്രീ ലാളിതരായി തിരിച്ചു വരാം. എന്റെ പൊന്ന് ക്ലീറ്റോ, നീ ഒന്ന് അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് തിരിഞ്ഞോ, തല ഇങ്ങോട്ടെ. കാല് അല്ല, മറ്റേ ഞണ്ടിന്റെ കാലൊന്നും കണ്ടില്ലല്ലോ. നിനക്ക് എന്തിന്റെ കുഴപ്പമില്ല? ഞാൻ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ നെഗറ്റീവായിട്ട് പറയല്ലേ. ഇവള് പാടും, ഇവള് ജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. അതെ, അവൾ പാടും, സംഭവമൊക്കെ ശരി തന്നെ. പക്ഷേ അവൾക്കൊരു ഭർത്താവുണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട്, അവരുടെ കാര്യം നോക്കണം. നീ ഇവിടെ നിന്ന് ഇതിന് കൊണ്ടുപോകും. അവിടെ പോയിട്ട് അവൾ അവസാനം അതിൽ നിന്ന് വെളിയിലായി കഴിഞ്ഞാൽ അവസാനം കരച്ചിലുമായി, സങ്കടമായി, ഈ വിഷാദ രോഗിയാക്കി മാറ്റണം എൻ്റെ ഭാര്യയെ, അല്ലേ? ഇത് നമ്മൾ ചെയ്തില്ലല്ലോ, ആദ്യം ചെയ്യട്ടെ. ചെയ്തതിന് ശേഷം പറയൂ നിങ്ങൾ. ആദ്യം പ്രോഗ്രാം പങ്കെടുപ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിന്റെ വീഡിയോ എടുത്ത് കൊടുക്കണം. അവിടെ പിന്നെ എന്താണ് ആൾക്കാരെ ഒരുപാട് സെലക്ട് ചെയ്തെടുക്കും. അവർ ആരൊക്കെ പങ്കെടുക്കണം സെലക്ട് ചെയ്തെടുക്കും. അതിനുശേഷമാണ് പാട്ട് തുടങ്ങുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആളെ ഒരുപാട് ദൂരം ചിന്തിച്ചു കളഞ്ഞു. ഔട്ടാവുന്നതാണ് ആളെ ആദ്യം പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊക്കെ അളിയന്റെ ചെറിയ മണ്ടത്തരങ്ങളാണ്, അറിവില്ലായ്മയാണ്. അളി അവിടെ ഇപ്പൊ തന്നെ ഓൾറെഡി ആരൊക്കെ പാടണം, ആർക്ക് ഒന്നാം സമ്മാനം കൊടുക്കണം എന്നുള്ള എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടോ. അളയത് ഇലക്ഷൻ കണക്കല്ലേ, ഇത് നല്ല കലാകാരന്മാരാണ് ജഡ്ജസായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇത് നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നന്മയുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ കലാകാരിയായാലും കലാകാരന്മാരും തെളിഞ്ഞു വരും. അതിനുള്ള അവസരമാണ് ഇല്ല, ഞാനേ വേറൊരു നല്ല കലാകാരി ഈ വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ കണ്ടെത്താത്തത് കൊണ്ടാണ്, അതാണ് പ്രശ്നം. ഇല്ല, നിന്റെ ഭാര്യ ഉണ്ടല്ലോ ജമന്തി, അവളെ അസലായിട്ട് പാടും, അസലായിട്ട് ഡാൻസ് ചെയ്യും. അവളെ അങ്ങോട്ട് തെളിയിച്ചെടുക്കുന്നീ. പാട്ടൊന്നും എവളിപ്പോ പാടാനില്ല. അതെ, നീ നിന്റെ ഈ മോഹം ഉണ്ടല്ലോ അതങ്ങ് കളഞ്ഞേരാ. നീ നിന്റെ ഭാര്യ വേണമെങ്കിൽ പാട്ടോ ഡാൻസോ ടിവിയിലോ സീരിയലിലോ സിനിമയിലോ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയിക്കോ. അവൾക്ക് ഇപ്പോൾ തൽക്കാലം ഒരു കുടുംബമുണ്ട്, ഞങ്ങൾ അങ്ങനെ അങ്ങ് ജീവിച്ചോളാം കേട്ടാ. നീ അവളെ അങ്ങനെ ഉയർത്തണ്ട. വേണ്ട, അളിയനെ പ്രശസ്തി വേണ്ട. അളിയൻ ഇപ്പൊ ഇല്ലാതെ തന്നെ ഒരുപാട് പ്രശസ്തി കൊണ്ട് നിൽക്കാൻ വയ്യ ഇപ്പൊ എനിക്ക് കേട്ടാ. ആവശ്യമില്ലാതെ മനക്കോട്ട കെട്ടണ്ട, കളഞ്ഞേരെ. നല്ലത് പറഞ്ഞിട്ടില്ലല്ലോ, നല്ലത് പറഞ്ഞിട്ടില്ല. നമുക്ക് ഇറങ്ങി അവസരം നിനക്ക് പറ്റും. ഈ വായി നോക്കി പറഞ്ഞ കേൾക്കണ്ട. നീ അവനൊന്നും അറിയണ്ട. നമുക്ക് പോയി ആദ്യം ഒരു ഇന്റർവ്യൂ കൊടുത്തു നോക്കാം. ഇവൻ അറിയണ്ട. നമുക്ക് പോയിട്ട് നടക്കുമെങ്കിൽ ഇവൻ ടി വിയിൽ കാണുമ്പോൾ അയ്യാ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഓടി വരും. അത്രേ ഉള്ളവേ. നീ കഴിഞ്ഞിട്ടിരിക്കും. നീ പോയി പെട്ടെന്ന് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. നീ പെട്ടെന്ന് ഇതൊക്കെ കളഞ്ഞിട്ട് വേറെ ഇതൊക്കെ ഇട്ട് മേക്കപ്പ് ഇട്ട് വാ. നീ വേഗം റെഡിയാവും. നമുക്ക് ആ വീഡിയോ എടുത്ത് നേരെ ചാനലിലേക്ക് പോകുന്നു. അവിടെ കണ്ട് നേരിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, മത്സരത്തിൽ പങ്കെടുക്കുന്നു, വിജയശ്രീ ലാളിതരായി തിരിച്ചു വരുന്നു. റെഡി? വേഗം റെഡി ആയിട്ട് വാ. ഇത് അടിച്ചു കഴിഞ്ഞിട്ട് പോയപ്പോ ഞാൻ അടിക്കാം, നീ പോയിട്ട് വേണ്ട, പിന്നെ അടിക്കാം. എന്റെ പൊന്നെ പറയാൻ പറ്റില്ല, ഭാഗ്യം ഏത് വഴി വരുന്നുള്ളൂ. പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പിൽ ആട് ആട് നീ ആടാട്,
നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൻ പൂഞ്ചേലാടാട് നീയില്ലെങ്കിൽ ഇന്നീ ജന്മം വേനൽ കനവായി പോയേനെ നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി അതെ അതെ പോയേനെ. എന്താണ് ആ ഉദ്ദേശം? എൻ്റെ ആളിയെ രണ്ടും കൽപ്പിച്ചിറങ്ങിക്കന്നെ അല്ലേ? എൻ്റെ ഭാര്യയെ ഒരു വിഷാദ രോഗിയാക്കി മാറ്റിയിട്ട് അടങ്ങുമെന്ന് തന്നെ. വിഷാദരോഗിയോ? എന്തിന്? അവളിത് തോറ്റത്തിൽ നിന്ന് വെളിയിലായി കഴിഞ്ഞാൽ അവൾക്ക് അവസാനം മാനസികമായിട്ട് ഒന്നാമത് ചെറിയ ചെറിയ കാര്യം മതി അവൾക്ക് മനസ്സിലിട്ട് ഇങ്ങനെ പെരുപ്പിക്കും. അളിയ അതിന് മത്സരിച്ചില്ലല്ലോ, മത്സരിക്കാൻ പോണേലേ ഉള്ളൂ. മത്സരിച്ചതിന് ശേഷമല്ലേ ഔട്ട് ആവുന്നതൊക്കെ. അതുകൊണ്ടാണ് അതിന് മുമ്പേ ബുദ്ധിപൂർവ്വം ഞാൻ പറയണത് വെറുതെ ഇല്ലാത്ത പൊല്ലാപ്പന് ഇറങ്ങണ്ടെന്ന്. ഇവക്ക് കിട്ടൂല. അങ്ങനെ പറയല്ലേ, ബി പോസിറ്റീവ് അളിയാ. നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ടേ? കിട്ടുമെന്ന് പറഞ്ഞു പോണം. അല്ല കിട്ടാതെ നമ്മൾ ചുമ്മാ അങ്ങ് പറയണം ഔട്ട് ആവുന്നത്. കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങ് ചെല്ലുമ്പോൾ കിട്ടാതാകുമ്പോൾ ഇവക്ക് ഭ്രാന്താവും. അത് തന്നെ സംഭവിക്കാൻ പോണത്. അത് തന്നെ. ക്രീറ്റോച്ചേട്ടൻ നാത്തും പോട്ടെ, എങ്ങാനും ജയിച്ചാലോ? എന്ത് എങ്ങാനും ജയിച്ചാലോ അല്ലേ? ഈ എങ്ങാനും എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രതീക്ഷയില്ലല്ലോ. ആ പ്രതീക്ഷയില്ലായ്മ തന്നെയാണ് എനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലൊന്നും പോണ്ടെന്ന്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ നിനക്ക് പ്രതീക്ഷ വരാതിരിക്കില്ല, കാരണം നീ അവളുടെ ആങ്ങളയല്ലേ. പിന്നെ നിന്റെ കാര്യത്തിൽ അവക്കും അങ്ങനെ തന്നെ ഭയങ്കര പ്രതീക്ഷ. പിന്നെ കുറേ വർഷമായിട്ട് മികച്ച ആങ്ങളും മികച്ച പെങ്ങളും ഇവർ തമ്മിൽ ആ പങ്കിട്ടുകൊണ്ടിരിക്കുക അവാർഡ്. വേറെ ആർക്കും കൊടുക്കൂല അത്. മികച്ച ആങ്ങളെ ഇവളെങ്ങാനും പാടി വലിയ നിലയിലൊക്കെ ആയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം നോക്കാൻ ആരെങ്കിലും ഇവിടെ ഏർപ്പാട് ചെയ്ത് തരണം. എന്തിനാ? പിന്നെ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അല്ല ഇവിടെ വലിയ പാട്ടുകാരി ആയാലേ അല്ലെങ്കിൽ പാലേ പോയി പെങ്ങളുണ്ടല്ലോ അവിടെ. മികച്ച പെങ്ങൾ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഓ അപ്പൊ എന്നെ നൈസായിട്ട് ഒഴിവാക്കാനുള്ള പുതിയ അടവാണ്. എന്നെ ഇവിടെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയിച്ചു. അളിയ അവളുടെ ഉള്ളിൽ ഒരു കലാകാരിയുണ്ട്. ആ കലാകാരിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ജനം മൊത്തം അറിയട്ടെ, നമ്മൾ മാത്രം കേട്ടാ പോരല്ലോ. അവളുടെ ഉള്ളിൽ നല്ലൊരു കുടുംബനാഥയുണ്ട്. കുടുംബം നോക്കാൻ അന്തസ്സായിട്ട് അവൾ കുടുംബം നോക്കണുണ്ട്. അത് നിങ്ങളാരും മറക്കല്ലേ കേട്ടോ. അപ്പൊ കുടുംബനാഥ എന്ന് പറയുന്ന പാട്ടൊക്കെ വേണ്ട നിൽക്കണോ? അവൾ ഇവിടെ പാടട്ടെ. ഇവിടെ പാടേണ്ടല്ലോ. അവള് നാട് മുഴുവൻ പാടേണ്ടവളാണ്. ഒരിക്കൽ അളിയനാണ് അവൾ ഈ പാട്ട് മുടക്കിയത്, ഓർമ്മയുണ്ടല്ലോ. അത് ചെന്നൈയിൽ എന്താ സംഭവിച്ചത്? അതിന് കാര്യമുണ്ട്. അതിന് അവളെ പാട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ട അന്യ സംസ്ഥാനത്ത് പോയി പാടേണ്ടവളൊന്നുമല്ല. അവൾ ഇവിടെ വീട്ടിൽ പാടണം. അളിയ ബി പോസിറ്റീവ്. നമ്മളിപ്പോ ഒരു അവസരം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ അമൃത ടിവിയിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്കൊരു അവസരം അവൾ പാടി നോക്കട്ടെ. നമുക്ക് എന്തടി ഒരു കുഴപ്പമില്ല, നമുക്ക് പോസിറ്റീവ് കിട്ടൂല. ഞാനാണ് പറഞ്ഞത് കിട്ടൂല. അത് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കണം. ബി പോസിറ്റീവ്. നീ പോസിറ്റീവായിട്ട് എവിടെ അങ്ങോട്ട് ഇറക്കത്തുന്നത്? നമുക്ക് പാടാൻ അറിയില്ല. എനിക്ക് പാടാൻ അറിയത്തില്ല. നമുക്ക് എന്തോ അറിയാം. നമുക്ക് ഡാൻസ് അറിയാം, പക്ഷെ ഡാൻസിന്റെ മത്സരമല്ലല്ലോ. ഉണ്ടെങ്കിൽ നീ ഞാൻ കൊണ്ടുപോയാ. ഉറപ്പായിട്ട് കൊണ്ടുപോകും. ഇതിപ്പോ എന്റെ ഭാര്യ നീ ഇങ്ങനെ പ്രദർശനം നമ്മൾ പരസ്പരം അംഗീകരിക്കണം. നമ്മളെ വീട്ടിലൊരു കലാകാരിയോ കലാകാരോ നമ്മൾ അംഗീകരിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അല്ല നിരുത്സാഹപ്പെടുത്താനല്ലേ. തങ്കം നീ ഒരു കാര്യം ഓർത്തോ, ഭർത്താവിനെ ധിക്കരിച്ചാണ് ഈ പോവാൻ പോണത് കേട്ടാ. അല്ലേ നീ ഇപ്പൊ ഒരുങ്ങിക്കാണല്ലോ, ഞാൻ പോയത് വേഷം വരട്ടെ. പിന്നെ പോവാ എടി ഇല്ലേ, പിന്നെ വീണ്ടും ഒരുങ്ങി കെട്ടി ഇറങ്ങണ്ടേ? ഇതാകുമ്പോ ഇന്നത്തെ കൊണ്ട് കാര്യം അറിയാലോ. പോയിട്ട് എന്തെങ്കിലും സെലക്ഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ അറിയാലേ. ഒരു കുഴപ്പമില്ല, ഞാൻ പോസിറ്റീവ് ചിന്തിച്ചാൽ മതി. ഞാനിപ്പോ വരാം. അറിയാലോ നിനക്കേ പോവാൻ ഇറങ്ങുമ്പോ തന്നെ മനസ്സ് പഠിപ്പിക്കും. നാത്തിനൊന്നും ടെൻഷൻ അതുപോലെ അങ്ങ് പാടിയാ മതി. അമ്മ ചിരിച്ചോണ്ട് പാടണേ. ഇപ്പൊ ഒരു ടെൻഷൻ ടെൻഷൻ മുഖത്ത് കാണിക്കല്ലേ. ചിരിച്ച് ഇതൊന്നും ആലോചിക്കണ്ട. അമ്മ സൂപ്പറായിട്ട് പാടും. ഇമ്മിണി വലിയ ഫാനിന്റെ ആൾക്കാരെ കാണാനായിട്ട് അകത്താ. നമ്മുടെ പേരാണ് എഴുതണോ? നമ്മുടെ CD ഒക്കെ നന്നായല്ലേ? ഇല്ലേ പിന്നെ പേടിക്കാതെ ചിരിച്ചോണ്ടോ. ഇമ്മിണി വലിയ ഫാനിന്റെ ഗസ്റ്റ് റൂമിലേക്ക് വിളിക്കാമേ. എവിടെയാണ്? അവിടെ അവിടെ. അതെ നിങ്ങൾ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് വാട്സപ്പ് ചെയ്യും, ഞങ്ങളത് കാണട്ടെ. ഓക്കെ അതെ, ഞങ്ങൾ നോക്കിയിട്ട് അറിയിക്കാം. ഓക്കെ ഓക്കെ. എന്തേ? എൻ്റെ പേര് KCB-ലാണ്. ഇമ്മിണി വലിയ ഫാനിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് CD കൊണ്ടുവന്ന. അയ്യോ അത് വാട്സപ്പ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അല്ല ഞങ്ങളിവിടെ അടുത്ത താമസിക്കുന്നത്. ആണോ? അല്ല പെർഫോമൻസ് ഈ CD-യിലുണ്ടോ? ഉണ്ട്, പക്ഷേ ഇപ്പോൾ സാധനം ലൈവായി പാടിത്തരും.
അല്ല മനസ്സിലായില്ല. എൻ്റെ സിസ്റ്ററാ തങ്കം, നന്നായി പാടും. എത്രയാണ്? എന്തായി വാനമ്പാടി? സമ്മാനം കിട്ടിയോ? ഇതെന്തെങ്കിലും ഒന്ന് പറ, ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന എന്താ? നീ ഒറ്റ എല്ലാത്തിനും കാരണം. അതിന് ഞാൻ എന്ത് ചെയ്ത്? നീ പരസ്യം എന്നെ മൊത്തം കാണാൻ സമ്മതിച്ചില്ലല്ലോ. ഞങ്ങളവിടെ പോയിരുന്നല്ലേ, അപ്പോൾ ഈ പ്രോഗ്രാമിന് ആളെ കണ്ടു. അപ്പോഴാ പുള്ളി പറയുന്നത് ഈ യഥാർത്ഥത്തിൽ കാസ്റ്റിംഗ് കോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിരുന്നോ? നോക്കിയായിരുന്നു. ആ, അതിലെന്താ പറഞ്ഞിരുന്നത്? ഗായകർക്ക് അവസരം കൊടുക്കുന്നു പറഞ്ഞു. പാടാൻ അവസരം കൊടുത്തിരിക്കുന്നു. അതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഇമ്മിണി വല്യ ഫാൻ എന്ന പ്രോഗ്രാമിൽ അവസരം കൊടുക്കുന്നത്. എവിടെയെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ അതെന്താണെന്നും എങ്ങനെയാണെന്നും അന്വേഷിക്കാതെ ഇറങ്ങി ചാടി പുറപ്പെടേണ്ട കാര്യമുണ്ടോ? ഒന്നത് മനുഷ്യനിവിടെ സമയമില്ലായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഓരോന്നും ഇടി. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, വിഷമിക്കാനും പറഞ്ഞതല്ല. പോട്ടെ, ഇനി നിങ്ങൾക്ക് പറ്റുന്ന പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കൃത്യമായും നിങ്ങളെ തന്നെ ആദ്യം പരിഗണിക്കും. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുക തന്നെ ചെയ്യും. ഓക്കെ, വിഷമിക്കണ്ട കേട്ടോ. ബി പോസിറ്റീവ്. അതെ, കാളയും കയറുമായിട്ടുള്ള ബന്ധം അറിയാവോ? കാള് വെച്ച് നീക്കുമ്പോ കയറെടുക്കും, അങ്ങനെയല്ലേ? അത് തന്നെ. നിനക്കത് അറിയായിരുന്നോ? സമയം കിട്ടുമ്പോ യവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അളിയോ, അപ്പോഴേക്കങ്ങ് ഡെസ്പായോ? ബി പോസിറ്റീവ്, ബി പോസിറ്റീവ്. Alien versus Alien.